ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് BJP ആണ്, നമുക്കറിയാം. നേരത്തെ കോൺഗ്രസ് ആണ് അത് ഭരിച്ചുകൊണ്ടിരുന്നത് ഛത്തീസ്ഗഡ് BJP ഭരിക്കാൻ കയറിയതിനു ശേഷം കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങൾ ഛത്തീസ്ഗഡിൽ കലാകാലങ്ങളായി നടന്നു വന്നിട്ടുള്ള അവിടെയുള്ള പലതരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ BJP വന്നതിന് ശേഷമാണ് അതൊക്കെ നടക്കുന്നത് എന്ന രീതിയിൽ പ്രചരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ മാധ്യമങ്ങൾ ഒരു ഇടത് ഇസ്ലാമിക് എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു വന്ന് അവർക്ക് വാർത്ത ചെയ്യാനുള്ള ധൈര്യമില്ല. അങ്ങനെ ചെയ്താൽ പോലും അവർക്ക് റീച്ച് ഉണ്ടാകില്ല, പൈസ കിട്ടില്ല, അന്നം കിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴിതാ ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഭരണത്തിലിരിക്കുന്ന ഒരു നേതാവ്, ആ നേതാവ് ഒരു അഴിമതി നടത്തിയാലോ ഒരു പീഡനം നടത്തിയാലോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അസാൻമാർഗിക പ്രവർത്തനം നടത്തിയാലോ ആ നേതാവിനെ ചുറ്റുമിരുന്ന് വെള്ളപൂശുന്ന അണികളെയും സർക്കാരിനെയുമായിരിക്കും കാണാൻ സാധിക്കുക, ഭരണത്തിലിരിക്കുന്ന നേതാവ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ വിഷയം. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറിൻ്റെ ഭാര്യ തന്നെ ഗണേഷ് കുമാറിൻ്റെ പല സീനുകളും, കാണാൻ പറ്റാത്ത സീനുകളും കണ്ടു എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ അതിൽ യാതൊരു നടപടിയും എടുത്തില്ല. ഗണേഷ് കുമാറിന്റെ ഭാര്യ പരാതിപ്പെട്ടിരുന്നു, പക്ഷേ യാതൊരുവിധ നടപടിയും എടുത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് അവിടെ ഒരു BJP നേതാവ് കറുപ്പ് കൃഷിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ആ BJP നേതാവിൻ്റെ സാമ്രാജ്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അവിടെയുള്ള BJP സർക്കാർ തന്നെ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ BJP സർക്കാരിൻ്റെ BJP നേതാവിൻ്റെ വീടിന് നേരെ ബുൾഡോസർ നടപടി ഉണ്ടായിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് രാജ്യമെമ്പാടും കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയാണ്. പക്ഷേ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഈ വാർത്ത കാണാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഇതിനകത്തൊരു സ്കോപ്പില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ കയ്യേറ്റത്തിനെതിരെ ഭരണകൂടം കർശന നടപടി സ്വീകരിക്കുകയും സമോദ ഗ്രാമത്തിൽ ഒരു ബുൾഡോസർ ഓടിക്കുകയും ചെയ്തു. ഈ ബുൾഡോസർ നടപടിക്കിടെ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു കെട്ടിടം തന്നെ പൊളിച്ചുമാറ്റി. കറുപ്പ് കൃഷി ചെയ്തതിന് അടുത്തിടെ അറസ്റ്റിലായ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കട. ഭരണകൂടത്തിന്റെ നടപടി പ്രദേശത്ത് വലിയ ചർച്ചകൾ സൃഷ്ടിക്കുന്നു. ബുൾഡോസർ സ്ഥലത്തെത്തിയ ഉടൻ ധാരാളം ഗ്രാമവാസികൾ അവിടെ തടിച്ചുകൂടി നടപടി കാണാൻ തുടങ്ങി. കറുപ്പ് കൃഷി ആരോപിച്ച് പോലീസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്ത BJP കിസാൻ മോർച്ച നേതാവ് വിജയ് തമ്പ്രാക്കറുമായി ഈ മുഴുവൻ കേസും ബന്ധപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. ലഭിച്ച വിവരം അനുസരിച്ച് മാർച്ച് 7-ന് പോലീസും മയക്കുമരുന്ന് ഏജൻസികളും ഒരു വയലിൽ സംയുക്ത ഓപ്പറേഷൻ നടത്തി. അന്വേഷണത്തിനിടെ ചോള വിളകൾക്കിടയിൽ കറുപ്പ് ചെടികൾ കണ്ടെത്തി. വയലിൽ വൻതോതിൽ കറുപ്പ് കൃഷി ചെയ്യുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പിടിച്ചെടുത്ത വിളയുടെ മൂല്യം ഏകദേശം 8 കോടി രൂപയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപ്പോൾ ഇതേ തുടർന്ന് സമ്പൂർണ്ണമായിട്ടും വിളകളും നശിപ്പിച്ചു, കടയും നശിപ്പിച്ചു. BJP നേതാവ്, കിസാൻ മോർച്ചയുടെ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള നടപടിയും വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു വലിയ മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. BJP നേതാവിനെ വളരെ പുഷ്പം പോലെ സംരക്ഷിച്ചു നിർത്താൻ അവിടെയുള്ള BJPക്കാർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തിനു പറയുന്നു, കേന്ദ്ര ഭരണം വരെ അവരുടെ കയ്യിലാണ്. ED, എൻഫോഴ്സ്മെന്റ്, പോരാത്തതിന് ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ സുപ്രീം കോടതി എല്ലാം BJPയുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെയുള്ള BJP വിരുദ്ധർ ആരോപിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് എന്നുള്ളത് ആശ്വാസകരമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.